പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ജനുവരി 21 രാവിലെ 6 മണിക്ക് അടയ്ക്കും. ജനുവരി 20 രാത്രി 10 മണി വരെ മാത്രമേ ഭക്തർക്ക് അയ്യപ്പ ദർശനത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കൂ. 21 ഭക്തരെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഇന്ന് രാവിലെ 9 മണി വരെ മാത്രമാകും നെയ്യഭിഷേകം ഉണ്ടാവുക. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, സന്നിധാനത്തു നിന്നുള്ള വിവരങ്ങൾ. തീർച്ചയായും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സന്നിധാനമുള്ളത്. മകരവിളക്ക് ചടങ്ങുകളുടെ ഏറ്റവും അവസാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ സന്നിധാനത്ത് നെയ്യഭിഷേകം, ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ നെയ്യഭിഷേകം പൂർത്തിയാക്കുകയാണ്. 9:30 വരെയാണ് തീർത്ഥാടകർക്ക് അതിനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുന്നത്. നല്ല വൈകിയെത്തുന്ന തീർത്ഥാടകർക്കും നെയ്യഭിഷേകത്തിനുള്ള ഒരു അവസരം നിലവിൽ കൊടുക്കുകയാണ്. ഇന്ന് മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് മാളികപ്പുറത്തിന് സമീപമുള്ള മണിമണ്ഡപത്തിൽ നിന്നുമുള്ള ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളിപ്പാണ്. ശബരിമലയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ചടങ്ങാണ് ഇന്ന് നടക്കുക. ഇന്ന് 9 മണിയോടെയാണ് ആ ചടങ്ങ് നടക്കുക. അതോടൊപ്പം തന്നെ നാളെയാണ് ഗുരുതി നടക്കുക. നാളെ ഗുരുതിക്ക് ഹരിവരാസനത്തിന് ശേഷം ഗുരുതി നടക്കുന്നതോടെ ഈ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് 2 മാസം നീണ്ട ഭക്തിസാന്ദ്രമായ ശരണം വിളികൾ മുഴങ്ങിയിരുന്ന ആ ഒരു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ഒരു സമാപനം ആകുക കൂടിയാണ്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു ഇക്കുറി സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നത്. മണ്ഡലപൂജയുടെ ആദ്യ ദിവസം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് അനുഭവപ്പെട്ടിരുന്നു. ആ ഒരു തിരക്ക് എത്രയും വൈകിയും തുടരുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ വരെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. പക്ഷേ ഇന്ന് ആ തീർത്ഥാടകരുടെ ഒരു തിരക്കിൽ കുറവുണ്ട്. നാളെയും തിരക്ക് കുറയാനുള്ള ഒരു സാധ്യത തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും എല്ലാം തന്നെ കണക്കാക്കുന്നത്. ഭക്തിസാന്ദ്രമായ ഏറ്റവും ശ്രേഷ്ഠമായ ഇന്ന് പന്തളം നിന്നുള്ള കളഭം അടക്കമുള്ള ചടങ്ങുകൾ ഇന്ന് സന്നിധാനത്ത് നടക്കുകയാണ്. മകരവിളക്കിന് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ചടങ്ങുകൾ ശബരിമലയിൽ നടക്കുക. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.